ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നൊരു ബോട്ടിലാട്ടാണ്. അതുപോലെ തന്നെ ഒരു പെയിൻ ഫ്രീ ബോട്ടിലാട്ടാണ്. അപ്പം നമ്മൾ ബോട്ടിലാട്ട് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത് മുട്ടത്തോടാണ്. അപ്പം നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ മുട്ടത്തോട് ഇതുപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് ഇങ്ങനെയൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഒരുപാട് വലിയ പീസസ് ആകരുത്, എന്നാൽ തീരെ ചെറുതും ആവരുത്. ആ ഒരു പരുവത്തിൽ വേണം ഇതുപോലെ ഒടിച്ചെടുക്കാനായിട്ട്. നമ്മൾ കൈകൊണ്ട് ഇതുപോലെ പൊട്ടിച്ചെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഒരു ബോട്ടിൽ ഫുള്ള് ചെയ്യാനായിട്ട് ഏകദേശം ഒരു 3 മുട്ടയുടെ തോട് മതിയായിരിക്കും. അപ്പോൾ നമുക്ക് ഇതുപോലെ ഫുള്ളൊന്ന് പൊളിച്ചെടുക്കാം. ഇപ്പോൾ എല്ലാവർക്കും പെയിൻ ഫ്രീ ആയിട്ടുള്ള ബോട്ടിലാട്ട് ചെയ്യാനാണ് ഇഷ്ടമെന്ന് തോന്നുന്നു. കാരണം കമൻസിൽ ഫുള്ള് പെയിൻ ഫ്രീ ആയിട്ടുള്ള ബോട്ടിലാട്ട് ചെയ്യുമോ, പെയിൻ ഫ്രീ ആയിട്ടുള്ള ബോട്ടിലാട്ട് ചെയ്യുമോ എന്നാണ് കമൻസ് മൊത്തം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇടയ്ക്കിടയ്ക്കൊക്കെ ഇനി പെയിൻ ഫ്രീ ആയിട്ടുള്ള ബോട്ടിലാട്ടും ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പെയിൻ ഫ്രീ ബോട്ടിലാട്ട് ചെയ്യാനായിട്ട് എന്തെടുക്കുമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് മുട്ടത്തോടിൻ്റെ കാര്യം ഓർമ്മ വന്നത്. എന്നാൽ പിന്നെ മുട്ടത്തോട് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. മുട്ടത്തോടാകുമ്പോൾ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതായതുകൊണ്ട് തന്നെ എന്നാൽ പിന്നെ അത് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇത് ഒരു മുട്ടത്തോടിൻ്റെ ഫുള്ള് ഇതുപോലെ പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുഴുവനും പൊളിച്ചെടുക്കണം. പക്ഷേ ഞാനിപ്പോൾ ആദ്യം ഇതൊന്ന് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പൊളിക്കാമെന്ന് വിചാരിച്ചു. കാരണം വെറുതെ വേസ്റ്റാക്കി കളയണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ ചെറിയ പീസുകളായിട്ട് നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ബോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫെവിക്കോൾ നമ്മൾ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ ഒന്ന് അപ്ലൈ ചെയ്യുക. എത്രയും വലുപ്പത്തിൽ വെക്കാവോ അത്രയും വലുപ്പത്തിൽ വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം വലുപ്പം കൂടുന്നവരും ഭംഗിയും കൂടും. അപ്പോൾ ഞാൻ നല്ലൊരു വലുപ്പത്തിൽ തന്നെയാണ് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കുറച്ച് അപ്ലൈ ചെയ്തതിന് ശേഷം ഓരോ മുട്ടത്തോടായിട്ട് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ലെയർ കൂട്ടി കൊടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ പൊട്ടിച്ചെടുത്തപ്പോൾ ചെറിയ പീസുകൾ കാണും, വലിയ പീസുകൾ കാണും. അപ്പോൾ അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും നമ്മുടെ ബോട്ടിൽ കാണാനായിട്ട് തന്നെ. പിന്നെ നമ്മൾ മുട്ടത്തോട് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഏകദേശം ഒരു റൗണ്ട് ഷേപ്പിലേക്ക് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഒരു ലെയർ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ലെയർ ഒട്ടിച്ചു കൊടുക്കാം. അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെ ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ. അപ്പോൾ ഇനി ഇതിലേക്കെല്ലാം നമുക്ക് മുട്ടത്തോട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരുപാട് എക്സസ് എമൗണ്ട് ഒന്നും എടുക്കരുത്. കുറച്ച് എമൗണ്ട് എടുത്തിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഒഴുകിയൊക്കെ പോകും. അപ്പോൾ നമ്മൾ കുറച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് നമ്മുടെ മുട്ടത്തോട് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. അതുപോലെ നമ്മൾ കുറച്ച് ഫെവിക്കോൾ എടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ മുട്ടത്തോടെല്ലാം നമുക്ക് ഡ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മളിവിടെ ഈ വർക്ക് ചെയ്യാനായിട്ട് ഒരു ഗ്രീൻ കളറിലെ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. ഈ സെയിം ബോട്ടിൽ എടുക്കണമെന്നൊന്നുമില്ല. ബ്രൗൺ കളറിലെ ബിയർ ബോട്ടിലുണ്ട്, അതുപോലെ ബ്ലൂ കളറുണ്ട്, ബ്ലാക്ക് കളറുണ്ട്. അപ്പോൾ അതെല്ലാം വെച്ച് ചെയ്താലും നല്ല ഭംഗിയായിരിക്കും നമ്മുടെ ഈ വർക്ക് കാണാനായിട്ട്. നിങ്ങൾക്ക് ഏത് ബോട്ടിൽസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് പെയിൻറ്റ് അടിച്ചിട്ട് ബാക്ക്ഗ്രൗണ്ട് പെയിൻറ്റ് അടിച്ചിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മുട്ടത്തോടുകളെല്ലാം ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ അടുപ്പിച്ച് ഒട്ടിച്ചു കൊടുക്കണം. ഗ്യാപ്പൊന്നും വരാത്ത രീതിയിൽ, എന്നാൽ ഒരുപാട് അടുപ്പിച്ചു ആയി പോകരുത്. ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഒട്ടിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് ഗ്യാപ്പൊക്കെ തോന്നുകയാണെങ്കിൽ അതിനിടയിലേക്കായിട്ട് ചെറിയ മുട്ടത്തോടുകൾ ഒട്ടിച്ചു കൊടുക്കാം.
അങ്ങനെ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും നമ്മുടെ വർക്ക് കാണാൻ തന്നെ. ഇനി നമുക്ക് ഇതിൻ്റെ താഴത്തേക്കായിട്ട് ഒരു ഹാഫ് പോർഷനായിട്ട് നമുക്ക് ഫെവിക്കോൾ അപ്ലൈ ചെയ്യാം. എന്നിട്ട് അതിന് മുകളിലേക്ക് നമുക്ക് നമ്മുടെ മുട്ടത്തോടുകൾ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഈ ലാസ്റ്റ് ഭാഗത്തെല്ലാം ഞാൻ ഹാഫ് പോർഷനാണ് കൊടുക്കുന്നത്, മുകളിലെ ഭാഗത്തെല്ലാം ഫുൾ പോർഷനും. അപ്പം മുകളിൽ ചെയ്ത പോലെ തന്നെ ഇവിടെയും ചെറുതും വലുതുമായിട്ടുള്ള മുട്ടത്തോടുകൾ ഒട്ടിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ അധികം ഗ്യാപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം നിങ്ങൾ ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ബോട്ടിൽ ഫുള്ള് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു ഭാഗം മാത്രമേ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം, അതെല്ലാം ഫുള്ള് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഫുള്ള് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ഫിനിഷിംഗ് ലുക്കായിരിക്കും നമ്മുടെ ബോട്ടിൽ കാണാനായിട്ട് തന്നെ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ നിങ്ങളുടെ മുട്ടത്തോടൊക്കെ ഒരുപാടുണ്ടെങ്കിൽ ഫുള്ള് ചെയ്യാം, അല്ല കുറച്ചേ ഉള്ളെങ്കിൽ ആ ഫ്രണ്ട് സൈഡ് മാത്രമാണെങ്കിലും ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു ബോട്ടിലായിട്ട് ചെയ്യാനായിട്ട് മുട്ടത്തോട് തന്നെ വേണമെന്നൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ തെർമോക്കോൾ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം, അതല്ലെങ്കിൽ പേപ്പറിൻ്റെ ചെറിയ ചെറിയ പീസുകൾ വെച്ചിട്ട് ചെയ്യാം. ഇനി നിങ്ങളുടെ കയ്യിൽ ഫോം ഷീറ്റ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലെ എന്ത് വെച്ചിട്ട് ചെയ്താലും നല്ലൊരു ഭംഗിയായിരിക്കും. അതുപോലെ നമ്മൾ ബോട്ടിലിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ശ്രദ്ധിക്കണം, അതനുസരിച്ചിട്ടുള്ള കളറായിരിക്കണം നമ്മൾ ബോട്ടിലിൽ ഒട്ടിച്ചു കൊടുക്കേണ്ടത്. കഴിവതും നമ്മൾ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഗ്രീനിൽ ബ്ലൂവിലൊക്കെ വൈറ്റ് കളർ ഇതുപോലെ വൈറ്റ് കളറിലുള്ള എന്തെങ്കിലും ഒബ്ജക്ട്സ് ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഇപ്പോൾ തെർമോക്കോൾ ആണെങ്കിലും വൈറ്റ് കളർ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പേപ്പർ ആണെങ്കിലും വൈറ്റ് പേപ്പർ വെച്ചിട്ടാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യമേ തന്നെ ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ ബോട്ടിൽ ഫുള്ള് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പല ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അതുപോലെ തന്നെ പെയിൻ്റ് ഒന്നും യൂസ് ചെയ്യേണ്ട, ആകെ ഫെവിക്കോൾ മാത്രം യൂസ് ചെയ്താൽ മതി. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ആദ്യമേ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടിലിൻ്റെ ഫൈനൽ ലുക്ക്. നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. വാർണിഷ് കൂടെ അടിച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു ലുക്കായിരിക്കും. ഇനി നിങ്ങൾക്ക് വാർണിഷ് നിർബന്ധം ഉണ്ടെങ്കിൽ മാത്രം അടിച്ചു കൊടുത്താൽ മതി, നന്നായിട്ട് തന്നെ ഇരുന്നോളും വാർണിഷ് അടിച്ചു കൊടുത്തില്ലെങ്കിലും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് ഇടുകയും വേണേ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.